ഭൂമിക്ക് മുകളിലുള്ള സൈനിക താവളങ്ങളെല്ലാം ഇന്ന് ആധുനിക കൃത്രിമ ഉപഗ്രഹങ്ങളുടെയും ഡ്രോണുകളുടെയും കൃത്യമായ നിരീക്ഷണത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ അജയ്യമായ പ്രതിരോധ മതിലായിട്ടുള്ള ഹിമാലയത്തെ ഒരു ആക്റ്റീവ് ഡിഫൻസ് മെക്കാനിസമാക്കി മാറ്റേണ്ടതുണ്ട്. ഇറാന്റെ മിസൈൽ നഗരങ്ങൾ, പാകിസ്ഥാന്റെ കിരാന കുന്നുകൾ, ചൈനയുടെ ഭൂഗർഭ വൻമതിൽ, ഇതിൽ നിന്നെല്ലാം ഇന്ത്യക്ക് എന്ത് പഠിക്കാം? നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു, എവിടെ എത്തണം? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഭൂഗർഭ പ്രതിരോധത്തിന്റെ കാര്യത്തിൽ ഇന്ന് ലോകത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇറാൻ. സാങ്കേതിക വിദ്യയിൽ അമേരിക്കക്കാളൊക്കെ ഒരുപാട് പിന്നിലാണെന്നുണ്ടെങ്കിലും ഇറാനെ നേരിട്ട് ആക്രമിക്കാനായിട്ട് വൻ ശക്തികൾ പോലും ഭയക്കുന്നതിൻ്റെ പിന്നിൽ അവരുടെ അണ്ടർഗ്രൗണ്ട് മിസൈൽ സിറ്റികൾ തന്നെയാണ്. സാന്ദ്രമായ പാറകൾ നിറഞ്ഞ പർവ്വതനിരകൾക്ക് 500 മീറ്റർ വരെ താഴെയാണ് ഇറാൻ തങ്ങളുടെ മിസൈൽ ശേഖരം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയം ഇവിടുത്തെ മിസൈൽ റെയിൽ സിസ്റ്റമാണ്. ഇടുങ്ങിയ തുരങ്കങ്ങളിൽ കൂറ്റൻ മിസൈൽ ട്രക്കുകൾ തിരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഇത് പരിഹരിക്കാനായിട്ട് ട്രെയിനിൻ്റെ ബോഗികൾ പോലെ മിസൈലുകൾ ഒരു ഭൂഗർഭ ട്രാക്കിലൂടെ നിരനിരയായിട്ട് അവർ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത സോളിഡ് ഫ്യൂവൽ മിസൈലുകളുടെ ഉപയോഗമാണ്. അതായത് ഖര ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലുകൾ. സെജിൽ, ഖൈബർ, ഷെക്കാൻ തുടങ്ങിയ മിസൈലുകളിൽ ഇന്ധനം നിറച്ച് വർഷങ്ങളോളം കേടുകൂടാതെ തുരങ്കങ്ങളിൽ സൂക്ഷിക്കാം. യുദ്ധമുണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ അവ വിക്ഷേപിക്കാൻ തയ്യാറാകും. വിക്ഷേപണത്തിനായിട്ട് പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്ത് കൂറ്റൻ കോൺക്രീറ്റ് ഹാച്ചുകളും നിർമ്മിച്ചിട്ടുണ്ട്. വിക്ഷേപണ സമയത്ത് മാത്രം ഈ ഹാച്ചുകൾ തുറക്കുന്നു, മിസൈൽ പുറത്തേക്ക് കുതിക്കുന്നു, സെക്കൻഡുകൾക്കുള്ളിൽ അത് വീണ്ടും അടയുന്നു. ശത്രുവിൻ്റെ റഡാറുകൾക്കോ സാറ്റലൈറ്റുകൾക്കോ ഈ വിക്ഷേപണ കേന്ദ്രം കണ്ടെത്താൻ പോലും സമയം കിട്ടില്ല. ഇത് കൂടാതെ ഇറാൻ അവതരിപ്പിച്ച മിസൈൽ മെഷീൻ ഗൺ, അതായത് മിസൈൽ ബാരേജ് സിസ്റ്റം എന്ന സംവിധാനം ഒന്നിനു പുറകെ ഒന്നായി ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ അവരെ സഹായിക്കുന്നുണ്ട്. ഇത് ലോകത്തിലെ ഏത് അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റത്തെയും തകർക്കാൻ പോകുന്നതുമാണ്. വാർത്താവിനിമയത്തിനായിട്ട് അവർ ഉപയോഗിക്കുന്നത് പൂർണ്ണമായിട്ടും ഫൈബർ ഓപ്റ്റിക്സ് കേബിളുകളാണ്. ഇതിലൂടെ യാതൊരു ഇലക്ട്രോണിക് സിഗ്നലുകളും പുറത്തു പോകാത്തതിനാൽ ശത്രുക്കളുടെ ചാരസംഘടനകൾക്ക് വിവരം ചോർത്താനാവില്ല. ഡ്രോണുകൾക്കായിട്ട് ബേസ് 313 എന്ന രഹസ്യ സങ്കേതവും കപ്പലുകളെ തകർക്കാനായിട്ട് കോസ്റ്റൽ മിസൈൽ നഗരങ്ങളും പോലും അവർ സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഈ പാത സ്വീകരിച്ചിട്ടുണ്ട്. പഞ്ചാബ് പ്രവിശ്യയിലെ കിരാന കുന്നുകൾ പാകിസ്ഥാന്റെ പ്രധാന ആണവായുധ സംഭരണ കേന്ദ്രമാണ്. 40 കിലോ ടൺ വരെ ശേഷിയുള്ള സ്ഫോടനങ്ങളെ ചെറുക്കാൻ കൽപ്പുള്ള കോൺക്രീറ്റ് തുരങ്കങ്ങളും അവിടെയുണ്ട്. ബലൂചിസ്ഥാനിലെ ചാഗായ് പർവ്വത നിരകളിലും അവർ സമാനമായ ഭൂഗർഭ ആണവത്താവളങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഉപരിതലത്തിൽ എന്ത് നാശനഷ്ടങ്ങൾ ഉണ്ടായാലും തങ്ങളുടെ തുറുപ്പുചീട്ട് സംരക്ഷിതമാണെന്ന ആത്മവിശ്വാസമാണ് പാകിസ്ഥാൻ ഇപ്പോഴും ധൈര്യം നൽകുന്നത്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ കിരാന ഹിൽസിലെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വാർത്തകളൊന്നും ഒരു രാജ്യവും ഇന്നുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളൊരു വസ്തുത അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു ആക്രമണത്തിൽ കിരാന ഹിൽസിൽ എത്രത്തോളം ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, അതിൽ എന്തൊക്കെ ബാക്കിയുണ്ട്, എന്തൊക്കെ സർവൈവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇപ്പോഴും അവ്യക്തമാണ്. ഇനി നമ്മൾ ചൈനയിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ, അവർ നിർമ്മിച്ചിരിക്കുന്നത് 5000 കിലോമീറ്ററിലധികം നീളമുള്ള അണ്ടർഗ്രൗണ്ട് ഗ്രേറ്റ് വാൾ തന്നെയാണ്. ചൈനയുടെ ആണവായുധങ്ങൾ വഹിക്കുന്ന ICBM മിസൈലുകൾ ഈ തുരങ്കങ്ങളിലൂടെ രഹസ്യമായിട്ട് നീക്കാനും നിശ്ചിത വിക്ഷേപണ കേന്ദ്രങ്ങളിൽ നിന്ന് വിക്ഷേപിക്കാനും അവർക്ക് സാധിക്കും. ടിബറ്റൻ പീഠഭൂമിയിൽ ഇന്ത്യയുടെ അതിർത്തിക്ക് സമീപമായിട്ട് ഇത്തരം നിരവധി അണ്ടർഗ്രൗണ്ട് താവളങ്ങൾ ചൈന ഇതിനകം നിർമ്മിച്ചിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത്. ഇന്ത്യയുടെ പക്കൽ ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്നുള്ള പ്രകൃതിദത്തമായ വലിയൊരു കോട്ടയുണ്ട്. നമ്മുടെ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, അതായത് BRO, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് അതിർത്തിയിൽ വലിയ മാറ്റങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അടൽ ടണൽ, സെലാ ടണൽ, സോജില ടണൽ, ഇതെല്ലാം തന്ത്രപരമായ മുന്നേറ്റങ്ങളുമാണ്. എന്നാലും നമ്മളൊരു ഗ്യാപ്പ് അനാലിസിസ് നടത്തേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ നിലവിലെ അവസ്ഥയിൽ നിന്നും നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ള അവസ്ഥയിലേക്കുള്ള ഗ്യാപ്പ്. നിലവിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ തുരങ്കങ്ങൾ പ്രധാനമായിട്ടും ഗതാഗതത്തിനുള്ളതാണ്, അതായത് ലോജിസ്റ്റിക് ടണൽസ് ആണ്. സൈന്യത്തിന് വേഗത്തിൽ അതിർത്തിയിൽ എത്താനായിട്ട് ഇവ സഹായിക്കുന്നുണ്ട്. നിലവിൽ നമ്മുടെ മിസൈലുകൾ മൊബൈൽ ലോഞ്ചറുകളിലും ട്രെയിനുകളിലുമാണ് നമ്മൾ സൂക്ഷിക്കുന്നത്.
ഇതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഉപരിതലത്തിൽ നീങ്ങുന്ന മിസൈൽ കാനിസ്റ്ററുകൾ ചൂട് പുറപ്പെടുവിക്കുന്നതിനാൽ ശത്രു സാറ്റലൈറ്റുകൾക്ക് അത് എളുപ്പത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു യുദ്ധമുണ്ടായാൽ ശത്രുവിൻ്റെ ആദ്യ ലക്ഷ്യം നമ്മുടെ മിസൈൽ ഡിപ്പോകളായിരിക്കും. അപ്പം നമ്മൾ എവിടെ എത്തേണ്ടത്? ഇറാൻ്റെ മാതൃകയിൽ ഹിമാലയൻ പാറകൾക്കുള്ളിൽ സുരക്ഷിതമായ ഹാർഡൻഡ് മിസൈൽ സിലോകൾ ഇന്ത്യക്ക് അത്യാവശ്യമാണ്. മിസൈലുകൾ അവിടെ വിക്ഷേപണ സജ്ജമായിരിക്കണം. ഇന്ത്യ ഇപ്പോൾ ചുഷൂൾ, ദംചോക്, ന്യോമ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഭൂഗർഭ അറകൾ നിർമ്മിക്കുന്നുണ്ട്. ഇവയുടെ നിർമ്മാണത്തിനായിട്ട് മാത്രം $1.2 ബില്യൺ സർക്കാർ നീക്കി വെച്ചിരിക്കുന്നത്. ഇത് വെറും ഗതാഗതത്തിന് മാത്രമല്ല, ആയുധങ്ങൾ ഒളിപ്പിക്കാനും കമാൻഡ് സെൻറ്ററുകൾ സുരക്ഷിതമാക്കാനും എല്ലാം ഉദ്ദേശിച്ചുള്ളവയും കൂടിയാണ്. ഇന്ത്യ എങ്ങനെയാണ് ഈ വെല്ലുവിളിയെ ഒരു പ്രതിരോധമായിട്ട് മാറ്റേണ്ടത്? ഇതിനെ നമുക്ക് അണ്ടർഗ്രൗണ്ട് സുദർശന ചക്രമെന്ന് വേണമെങ്കിൽ ഒന്ന് വിളിക്കാം. ഇന്ത്യ നടപ്പിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് ആഴത്തിലുള്ള സിലോകൾ നമ്മൾ നിർമ്മിക്കണം. ലഡാക്കിലും അരുണാചലിലും പർവ്വതങ്ങൾക്കുള്ളിൽ 100 മീറ്ററിലധികം ആഴത്തിൽ സൈനിക താവളങ്ങൾ നിർമ്മിക്കണം. അഗ്നി 5 പോലെയുള്ള തന്ത്രപ്രധാന മിസൈലുകൾ ഇവിടെ സുരക്ഷിതമായിട്ട് നമുക്ക് സൂക്ഷിക്കാം. അതുപോലെ ഡീകോയ് നെറ്റ്വർക്കുകൾ എന്ന് പറയും, യഥാർത്ഥ മിസൈൽ സൈറ്റുകൾ ഏതാണ് എന്ന് ശത്രു തിരിച്ചറിയാതിരിക്കാനായിട്ട് ആയിരക്കണക്കിന് വ്യാജ തുരങ്കങ്ങളും നിർമ്മിക്കണം. ശത്രുവിൻ്റെ മിസൈലുകൾ ഈ വ്യാജ താവളങ്ങളിൽ പതിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ കരുത്ത് സുരക്ഷിതമായിരിക്കും. പിന്നെ ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് സെൻറ്ററുകളും വേണം. ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് ആക്രമണങ്ങളെ പോലും ചെറുക്കുന്ന കമാൻഡ് സെൻറ്ററുകൾ പാറകളുടെ ഉള്ളിൽ നമുക്ക് വേണം. അതിൻ്റെ കൂടെ പ്രതിരോധം മാത്രം പോരല്ലോ, ശത്രുവിൻ്റെ ഭൂഗർഭ അറകളെ തകർക്കാനുള്ള കരുത്തും ഇന്ത്യക്കുന്നുണ്ട്. ഇന്ത്യ വികസിപ്പിക്കുന്ന അഗ്നി 5 ബങ്കർ ബസ്റ്റർ 80 മുതൽ 100 മീറ്റർ വരെ കട്ടിയുള്ള പാറയും കോൺക്രീറ്റും പോലും തുളച്ചു കയറി നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. ഇത് പാകിസ്ഥാൻ്റെ കിരാന കുന്നുകളെയോ ചൈനയുടെ ഹിമാലയൻ സിലോകളെയോ നിമിഷങ്ങൾക്കുള്ളിൽ ചാമ്പലാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ചൈനയുടെയും പാകിസ്ഥാൻ്റെയും 2 ഫ്രണ്ട് വാർ ഭീഷണിയെ നേരിടാനായിട്ട് കേവലം ഭൂഗർഭ തുരങ്കങ്ങൾ മാത്രം പോരാ. പ്രതിരോധം, നയതന്ത്രം, സാമ്പത്തികം എന്നീ മേഖലകളിലും ഇന്ത്യക്ക് ഇനിയും പല നിർണായക ചുവടുവെപ്പുകൾ നടത്താനായിട്ട് സാധിക്കും. ഭൂഗർഭ യുദ്ധതന്ത്രങ്ങൾക്ക് പുറമെ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട മേഖലകളും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ആദ്യത്തേത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ നമ്മുടെ നാവിക മേധാവിത്വം തന്നെയാണ്. അതായത് മലാക്ക കടലെടുക്ക് നമ്മൾ സമ്പൂർണ്ണമായിട്ടും നിയന്ത്രിക്കണം. ചൈനയുടെ 80% എണ്ണ ഇറക്കുമതിയും വ്യാപാരവും നടക്കുന്നത് മലാക്ക കടലിടുക്കിലൂടെയാണ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ ഇന്ത്യ ഒരു വമ്പൻ നാവിക വ്യോമ താവളമായിട്ട് മാറ്റണം. യുദ്ധമുണ്ടായാൽ ചൈനയുടെ എണ്ണ വിതരണം സമ്പൂർണ്ണമായിട്ടും തടയാനായിട്ട് ഈ ഒരൊറ്റ നീക്കത്തിലൂടെ ഇന്ത്യക്ക് സാധിക്കും. അതായത് ചൈനയുടെ സ്ട്രിങ് ഓഫ് പേൾസ് തന്ത്രത്തെ നേരിടാനായിട്ട് ഇന്ത്യ നെക്ലേസ് ഓഫ് ഡയമണ്ട് തന്ത്രം കൂടുതൽ ശക്തമാക്കണം. ഇതിനായിട്ട് ഇറാൻ്റെ ചബഹാർ പോർട്ട്, ഒമാൻ്റെ ദുഗ്ധം പോർട്ട്, ഇന്തോനേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ നാവിക താവളങ്ങളിലും ഇന്ത്യൻ സാന്നിധ്യം ഉറപ്പാക്കണം. പിന്നെ സ്ട്രാറ്റജിക് ഡിപ്ലോമസി ആൻഡ് ആക്ട് ഈസ്റ്റ്, അതായത് തന്ത്രപരമായ നയതന്ത്രം. ശത്രുവിനെ സഹായിക്കുക. ചൈനയുമായിട്ട് സമുദ്ര അതിർത്തി തർക്കമുള്ള രാജ്യങ്ങളായിട്ടുള്ള വിയറ്റ്നാം, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ബ്രഹ്മോസ് മിസൈലുകൾ പോലെയുള്ള അത്യാധുനിക ആയുധങ്ങൾ നൽകി അവരെ സൈനികമായിട്ട് ശാക്തീകരിക്കുക. ഇത് സൗത്ത് ചൈന കടലിൽ ചൈനയ്ക്ക് വലിയ തലവേദന സൃഷ്ടിക്കും. പിന്നെ ക്വാഡ് സഖ്യത്തിനെ ശക്തിപ്പെടുത്താനും നമുക്ക് സാധിക്കും. അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവരുമായിട്ടുള്ള സഖ്യം കൂടുതൽ ശക്തമാക്കുകയും ഇൻഡോ പസഫിക് മേഖലയിൽ കൂട്ടായ നാവിക പരിശീലനങ്ങൾ വർദ്ധിപ്പിക്കുകയും നമ്മൾ ചെയ്യണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഉപരിതലത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള നമ്മുടെ നിലവിലെ തന്ത്രങ്ങളിൽ ഒരു പൊളിച്ചെഴുത്ത് അനിവാര്യമാണ്. ഹിമാലയം കേവലം മഞ്ഞുമൂടിയ ഒരു അതിർത്തി മാത്രമല്ല, ഇന്ത്യയുടെ അജയ്യമായ പ്രതിരോധ കോട്ടയായിട്ട് തന്നെ മാറണം. ഇറാൻ്റെയും ചൈനയുടെയും തന്ത്രങ്ങളിൽ നിന്ന് പഠിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം സുദർശന ചക്രങ്ങൾ ഹിമാലയത്തിൻ്റെ ആഴങ്ങളിൽ നമ്മൾ സജ്ജീകരിക്കണം. യുദ്ധം തുടങ്ങാനുള്ളതല്ല, യുദ്ധം ഒഴിവാക്കാനും രാജ്യസുരക്ഷ ഉറപ്പുവരുത്താനുമാണ് നമ്മൾ കൂടുതൽ കരുത്താർജിക്കേണ്ടത്. നമ്മുടെ സൈന്യത്തിൻ്റെ അതിജീവന ശേഷി വർദ്ധിപ്പിക്കുക എന്നത് വരും ദശാബ്ദങ്ങളിൽ ഭാരതത്തിൻ്റെ അഖണ്ഡത ഉറപ്പുവരുത്താൻ അത്യന്താപേക്ഷിതവുമാണ്. ഈ തന്ത്രപ്രധാനമായ നീക്കത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഈ സുപ്രധാന വിവരങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിക്കാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. ഭാരത് മാതാ കി ജയ്.